കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ പയ്യന്നൂരും കല്യാശ്ശേരിയും ഒഴികെ 138 മണ്ഡലങ്ങളിലും തൻ്റെ പേര് പറയുന്നുവെന്ന് കെ മുരളീധരൻ തന്നെ പറഞ്ഞതാണ്. ഈ രണ്ട് മണ്ഡലങ്ങളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നറിയില്ല. അതൊരു തമാശ രൂപേണ പറഞ്ഞതാകാം. എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഏതു മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് ഇപ്പോഴും പലർക്കും അവ്യക്തമായി നിൽക്കുന്നത്. അതിൽ വടക്ക് കാസർകോട്ടെ ഉദുമ മണ്ഡലം മുതൽ കോഴിക്കോട്ടെ തിരുവമ്പാടിയും തൃശ്ശൂരിലെ ഗുരുവായൂരും തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരത്തെ ഇങ്ങ് വട്ടിയൂർക്കാവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിലും മുരളീധരൻ്റെ മനസ്സ് ഏതു മണ്ഡലത്തിലാണെന്ന് അറിയുമ്പോഴാണ് അത് തലസ്ഥാന നഗരത്തോടുള്ളൊരു കൂറു മനസ്സിലാകുന്നത്. 2 തവണ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ് കെ മുരളീധരൻ. ഇത്തവണയും അവിടെ തന്നെയായിരിക്കുമെന്നുള്ള ധാരണയുടെ പുറത്താണ് മുരളീധരനെ അവിടെ പ്രവർത്തനം തുടങ്ങിയത് തന്നെ. എന്നാൽ പ്രചരണം ആകുമ്പോഴേക്കും മുരളീധരൻ വട്ടിയൂർക്കാവിലില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എങ്കിലും ദൂരെ പോകില്ല, തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മാറുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് തൊണ്ടി മുതൽ നശിപ്പിക്കാൻ ജട്ടി കീറിയെടുത്ത ആന്റണി രാജുവിൻ്റെ സാക്ഷാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്കാണ് മുരളീധരൻ മാറുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ LDF സീറ്റായതുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ മുരളീധരൻ നല്ലൊരു ചോയ്സാണെന്ന് UDF നേതാക്കളും ഉറപ്പിച്ചതോടെയാണ് ചില കോലാഹലങ്ങൾ ചെറിയ തരത്തിൽ നമ്മൾ കേട്ടത്. അതായത് ഇതേ മണ്ഡലത്തിൽ മുൻ MLA ആയിരുന്ന മുൻ മന്ത്രിയായിരുന്ന ശിവകുമാർ ഒരുപാട് തവണ അവിടെ ജയിച്ചതാണ്. ഈ മണ്ഡലം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പാർട്ടി വിടും എന്നടക്കമുള്ള കാര്യങ്ങളിൽ പൊട്ടിച്ചത് എന്നാണ് ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ശിവകുമാറിനെ പോലെയുള്ള പാർട്ടിക്ക് വലിയ ഗുണമില്ലാത്ത ഒരാളെക്കാളും എന്തുകൊണ്ടും പാർട്ടിയുടെ നെടും തൂണായ കെ മുരളീധരൻ തന്നെയാണ് നല്ലത് എന്ന നിഗമനത്തിലേക്കാണ് പാർട്ടി എത്തിച്ചേർന്നത് എന്നും വ്യക്തമാണ്. വട്ടിയൂർക്കാവിൽ പണി തുടങ്ങിയ മുരളീധരനെ അവസാന നിമിഷം എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, വട്ടിയൂർക്കാവ് ഇപ്പോൾ അത്ര സുരക്ഷിതമല്ല. MLA VK പ്രശാന്ത് ജനസമ്മതിയുള്ള ഒരു MLA ആണ്. വാടക ഇനത്തിൽ ചില്ലറ പണമെല്ലാം നിത്യച്ചെലവിന് വേണ്ടി തിരിമറിയാക്കിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയനെ പോലെ അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണം പോലെയുള്ള വലിയ തട്ടിപ്പിനൊന്നും പ്രശാന്ത് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മേയർ ബ്രോയ്ക്ക് ഭരണവിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ തീരെയില്ല. അതുപോലെ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതിശക്തരായ മത്സരത്തിനായി ആദിത്യവർമ്മ, ശ്രീലേഖ IPS അടക്കമുള്ള പ്രമുഖരുടെ പേരുകൾ വട്ടിയൂർക്കാവിൽ കേൾക്കാൻ തുടങ്ങിയതോടെ ഈ മണ്ഡലം സുരക്ഷിതമല്ല, അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നും ആരിനി ജയിച്ചാലും 2000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമേ ഭൂരിപക്ഷമുണ്ടാകുമെന്നും പല കണക്കെടുപ്പിലൂടെയും മുരളീധരന് കണക്കുകൾ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊരു റിസ്കിന് നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതോടെയാണ് മണ്ഡലം മാറ്റിപ്പിടിക്കാൻ മുരളീധരൻ നിർബന്ധിതനായത്. പിണറായി ഭരണത്തെ എതിർക്കുന്നതിനിടയിൽ തന്നെ LDF സ്ഥാനാർത്ഥിക്ക് അത്ര എതിരൊന്നും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, പ്രശാന്തിന് വോട്ട് ചെയ്തവർ ഇനി വോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് BJPയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ പരീക്ഷണത്തിൽ നിൽക്കാനില്ല എന്നാണ് കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് എന്ന് വ്യക്തമാകുന്നു. വട്ടിയൂർക്കാവിന് പകരം തിരുവനന്തപുരമായാൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരും അതുപോലെ ഉദ്യോഗസ്ഥരും വളരെയധികം വോട്ടർമാരായി ഉള്ള ആ മണ്ഡലത്തിൽ മുരളീധരനെ പിന്തുണയ്ക്കുന്നവരാണ് ഏറെയും. ഭീമാപ്പള്ളി പോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷ മേഖലകളും വളരെയധികമുള്ള ഈ മണ്ഡലത്തിൽ ആ വോട്ടുകൾക്കൊപ്പം തന്നെ ലാറ്റിൻ കത്തോലിക്ക വോട്ടുകളും വളരെ പ്രധാനമാണ്. ഈ 2 വിഭാഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെയാണ് ഉപാധിയില്ലാതെ പിന്തുണക്കുന്നത് എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ കണ്ണും പൂട്ടി ഒരു 20,000 വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമായി തിരുവനന്തപുരത്തെ കെ മുരളീധരൻ കാണുകയാണ്. എന്നാൽ എല്ലാവർക്കും ഈ ഭൂരിപക്ഷം കിട്ടണമെന്നും ഇല്ല.